ഒരു മനുഷ്യന് സെക്സ് ആണോ മണിയാണോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്? അതാണ് ചോദിച്ചോ നീ അത് ഇപ്പൊ ചോദിച്ചോ? സെക്സ് ആണോ മണിയാണോ ഇമ്പോർട്ടന്റ് ചോദിച്ചാൽ ഇപ്പോ നമ്മൾ എന്താ പറയാ, സെക്സും മണിയും അല്ല ശരിക്കും ഇമ്പോർട്ടന്റ്. ഭക്ഷണം, വായു, വെള്ളം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മണി വരും. അത് കഴിഞ്ഞാൽ സെക്സ് വരത്തുള്ളൂ. കാരണം ഈ മണി ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. മണിയില്ലെങ്കിൽ സെക്സ് കിട്ടാൻ പാടാ. എല്ലാവരും ഉണ്ടല്ലോ, ചുമ്മാ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞാണെന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പൈസ വേണം. പിന്നെ പൈസ ഉള്ളതുകൊണ്ടും സെക്സ് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. സെക്സിനോട് താല്പര്യം വേണം. സെക്സ് അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. അങ്ങനെ ചെറിയൊരു സംഭവം അല്ലല്ലോ ഇതൊന്നും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മണി വേണം, മണി അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് പൈസയ്ക്ക് കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ പൈസ ആവശ്യത്തിന് വേണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒത്തിരി അങ്ങ് ഉണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ല. ഒരുപാട് പൈസ ഉള്ളവർക്കൊന്നും ഈ സെക്സ് ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. നമുക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോകും പലപ്പോഴും. ഇവരെയൊക്കെ കാണുമ്പോൾ ഇവരെന്തോ ചെയ്യുന്നത്, ഇവർക്ക് എന്തെങ്കിലും അറിയാമോ. പിന്നെ നമ്മുടെ നാട്ടിൽ പൊതുവെ പറയുവാണെങ്കിൽ ഈ ലൈംഗിക ദാരിദ്ര്യം വല്ല സെക്സുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാത്തതിൻ്റെ കുഴപ്പങ്ങളുള്ളൊരു നാടും കൂടെയാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് പൈസ ഇല്ലായ്മയൊന്നുമില്ല. അത്യാവശ്യം പൈസ ഉണ്ടെങ്കിലും ഈ കാര്യങ്ങൾ അറിയത്തില്ല. ഇവിടെ മതം ഇതുവരെ വിട്ടു പോയിട്ടില്ല. എല്ലാവരും തലയ്ക്കകത്തൊരു മതവിശ്വാസവും സദാചാര ബോധവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിടക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും വൃത്തികേടായിട്ടാണ് ഇവർ പഠിപ്പിച്ചേക്കുന്നത്. ചെറുപ്പത്തിലെ ഇതൊരു വൃത്തികെട്ട പരിപാടിയായിട്ട് ആൾക്കാർക്ക് കൂടുതൽ ഏറ്റവും കൂടുതൽ രഹസ്യമായിട്ട് നടക്കുന്ന സ്ഥലവും ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ മോറൽ ട്രാഫിക്കിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുക, പീഡനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കൊച്ചുകുട്ടികളെ വരെ പീഡിപ്പിക്കുന്നു. ആണും പെണ്ണും അങ്ങനെയൊന്നും വ്യത്യാസമില്ല പീഡനത്തിന്. കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ മദ്രസ പീഡനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഭയങ്കര കൺട്രോളും ഭയങ്കര സദാചാരവും അങ്ങേയറ്റത്തെ വിശ്വാസമുള്ള ആൾക്കാരായി ഈ കാണിക്കുന്നതൊക്കെ. അതും പഠിപ്പിക്കാൻ വന്നവൻ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പിന്നെ പള്ളി വെച്ചന്മാർ പീഡിപ്പിക്കുന്ന കണ്ടിട്ടില്ല. അല്ലാതെ സാധാരണക്കാർ ഇഷ്ടം പോലെ പീഡിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയുക. പിന്നെ ഈ പറഞ്ഞ പോലെ വെറുതെ പെൺപിള്ളേരെ നോക്കി നിൽക്കുന്നതും, പിന്നെ എന്താ ഫേസ്ബുക്കിലൂടെ ചില ഞരമ്പ് രോഗികൾ പ്രൊപ്പോസ് ചെയ്യുന്നതായിട്ടൊക്കെ ഈ കഴിഞ്ഞ ദിവസം കാണാനിടയായി. ക്രഷ് ഉണ്ടെന്ന് പറയുക, കല്യാണം കഴിക്കണമെന്ന് പറയുക. അപ്പോൾ മറ്റൊരു പെൺകുട്ടി അയാളെ വിളിച്ചു വരുത്തിയിട്ട് ഇന്റർവ്യൂ എടുക്കുന്നു അങ്ങനെ പറഞ്ഞ ആളെ. അതൊക്കെ വളരെ ആളോട് അയാൾക്ക് ഇഷ്ടമല്ലെന്ന് റിജക്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ അത് വളരെ ഫ്രസ്ട്രേഷൻ ഉള്ള ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെട്ട് ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതുമല്ല, ഞാൻ ഈ പറയുന്ന പോലെ ഇതൊന്ന് എൻജോയ് ചെയ്യാനാണ് പഠിക്കേണ്ടത് ശരിക്കും. അല്ലാതെ ഇതിനെ അടക്കി പിടിക്കാനും എല്ലാവരും അങ്ങ് എന്താ പറയണ്ട അങ്ങനെ ഇരിക്കുന്നതിൽ എന്തോ ക്രെഡിറ്റ് ഉണ്ട്. നേരത്തെയൊക്കെ വിർജിൻസ് ഒക്കെ ഭയങ്കര സംഭവമാണ് ഈ നാട്ടില്. ആണോ അങ്ങനെയൊക്കെ പറയുമ്പോൾ, അതായത് വിർജിൻ ആണെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റിയ മെറ്റീരിയൽ എന്നൊക്കെയുള്ള ധാരണയൊക്കെ ആൾക്കാർക്ക് ഉണ്ടാകുന്നത്. ഇവിടെ ഉള്ളവർക്ക് ആൾക്കാരെ നമുക്കിപ്പോൾ ഒരു മനുഷ്യനോട് ഇടപെടാനും എല്ലാവരും എന്താ പറയണ്ടേ ഒന്നിച്ച് നടക്കുക എന്നൊക്കെ പറയുന്ന ബുദ്ധിമുട്ടായി. ക്യാരക്ടറാണ് ശരിക്കും നോക്കുന്നത്. അല്ലാതെ ഇവിടെ ഫിഗറും പറമ്പും പിന്നെന്തോ അവൻ്റെ ജോലിയൊക്കെ നോക്കി ആൾക്കാർ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് മുൻ തലമുറ ഭയങ്കര ഫ്രസ്ട്രേറ്റഡുമാണ്. മോശം പേരൻസ് ആണ്. ഈ നാട് നശിച്ച് കുട്ടിച്ചോറാവേണ്ട കാരണത്തിൽ ഏറ്റവും വലിയ കാരണം ഈ അറേഞ്ച് മാരേജും ആയിരിക്കും. പിന്നെ ഈ മതവും ജാതിയൊക്കെ വെച്ച് നോക്കിയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ തന്നെ കോമ്പാറ്റബിലിറ്റി വരുമ്പോൾ ഈ ടൈപ്പ് കാര്യങ്ങളൊന്നും അവർ അറിയുന്ന പോലും ഇല്ല. പിന്നെ സെക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ പിള്ളേരുണ്ടാക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ചിലർ അത് അറിയാതെ കൂടുതൽ ചെയ്തിട്ട് കൂടുതൽ പിള്ളേരുണ്ടായിപ്പോയി. അങ്ങനെയാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഇത്രയും കൂടിയത്. ഇവർക്ക് അറിയത്തില്ല എന്തുവാന്ന്. അപ്പോൾ അവർ സെക്സ് ചെയ്യുമ്പോൾ പിള്ളേരൊക്കെ ഉണ്ടായി പോകും. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ പ്രൊട്ടക്റ്റഡ് സേഫ് സെക്സ് ഒക്കെ നല്ലതായിരിക്കും. പിന്നെന്താ, പിന്നെ കൂടുതൽ പഠിച്ചിരിക്കണം, എപ്പോഴും അറിഞ്ഞിരിക്കണം. പാർട്ട്ണറെ പറ്റി അറിഞ്ഞിരിക്കണം, നമ്മളെപ്പറ്റി അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ പാർട്ട്ണറെ കറക്റ്റായിട്ട് കിട്ടും. 1, 2, 3 എണ്ണത്തിൽ നിന്ന് തപ്പിയാൽ കിട്ടത്തൊന്നുമില്ല. അപ്പോഴാണ് മാട്രിമോണി ഇവിടെ പോയി ഫോട്ടോ കണ്ടെടുത്ത് കഴിഞ്ഞാൽ നടക്കത്തില്ല, വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഡിവോഴ്സ് റേറ്റ് കൂടി, ആൾക്കാർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവിക്കാൻ തുടങ്ങി. ഈ ഫ്രസ്ട്രേഷൻ നിന്ന് കഴിഞ്ഞാൽ വേറെ എല്ലായിടത്തും ഇത് എഫക്റ്റ് ചെയ്യും. നമ്മുടെ ജോലിയിൽ എഫക്റ്റ് ചെയ്യും, നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ പേരൻറ്റിങ്ങിനെ എഫക്റ്റ് ചെയ്യും, സോഷ്യൽ ലൈഫ് എല്ലാത്തിനും എഫക്റ്റ് ചെയ്യും. ഈ ഇങ്ങനെ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുന്നിടത്ത് നോക്കുന്നിടത്ത് എല്ലാം ഇങ്ങനെ മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ. ഇവൻ ഇങ്ങനെ നിൽക്കുമല്ലേ, ഇവൻ അറിയുന്നില്ലല്ലോ എന്താണ്, പലർക്കും മനസ്സിലായിട്ട് കൂടിയില്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് പിള്ളേരെ ഓടിയല്ലോ അവിടെ നിന്ന്. ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ കേട്ടോ.